എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതുവും ഗോവിന്ദും കൂടെ ഗസ്റ്റ് ഹൗസിൽ ചെന്ന് നിൽക്കുകയാണ്. പക്ഷേങ്കില് ആ വാതിൽ തുറക്കാൻ നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയം ഗീതു പറഞ്ഞു, കണ്ടില്ലേ, ഇതെല്ലാം രാധികാമ്മയുടെ പണിയാ, രാധികാമ്മയാണ് എല്ലാത്തിനും കാരണം എന്ന് പറയാം. ഇത് കേട്ടതും ഗോവിന്ദ് പറഞ്ഞു, എന്നാലും ഞാൻ ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചില്ലെന്ന് പറയാ. ഗീതു പറഞ്ഞു, ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാ വന്നീന്ന് പറയാ. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഗോവിന്ദ് നിൽക്കുക. ഈ സമയം ഗീതു പറഞ്ഞു, രാധികാമ്മനെ ആ വീട്ടിൽ നിന്ന് പായിക്കാതെ ഒരു കാരണവശാലും നമുക്കൊരു ആദ്യരാത്രി ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാ. ഇത് ഗീതു വീണ്ടും രാധികാമ്മേനെ കുറിച്ച് ഇങ്ങനെ പറയാന്ന് പറയണം. ഓ പിന്നെ രണ്ടാമനമ്മേനെ കുറിച്ച് പറഞ്ഞപ്പോ എന്തൊരു സെന്റിമെന്റ്സ്. അതെ, ഒരു കാര്യം ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു, രാധികാമ്മ ഈ കഥവ് പൂട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കഥ തല്ലി പൊളിക്കൂന്ന് പറയാം എന്നും പറഞ്ഞ് ഗീതു എന്ത് ചെയ്യണം, കഥ കേട്ട് പോയി 2-3 വട്ടം കാലും കൊണ്ട് തൊഴിക്കുകയാണ്. എവിടെന്ന് കഥ തുറക്കാൻ പോയിട്ട് ഗീതുവിന്റെ കാല് പോയത് മിച്ചം. പെട്ടെന്ന് ഗോന്തിച്ച്, എന്ത് പറ്റി? പിന്നെ മിണ്ടാൻ വരണ്ടെന്ന് പറയാ. അതെ പോട്ടെ വരാൻ പറയാണ്. പിന്നെ പോട്ടെ എന്ന് പറഞ്ഞോണ്ട്, അതെ നീ ഇപ്പൊ ഈ കഥ പൊളിച്ചകത്ത് കിടന്നാലും അതെ ഞാൻ കൂടെ വേണ്ടേ എന്ന് പറയണ. പിന്നെ ഗോവിന്ദന്റെ ഒക്കെ വലിച്ചകത്ത് കൊണ്ടായുള്ള വഴിയൊക്കെ എനിക്കറിയാന്ന് പറയണ. ഞാൻ അകത്തുകൊണ്ട് പൂട്ടിയിടൂന്ന് പറയണ. കണ്ടോ, എന്നിട്ട് രണ്ടുപേരും കൂടെ തമ്മിൽ ഒന്നാവെന്ന് പറയാ. കാരണം ഗീതുവിന്റെ മനസ്സിൽ വാശിയ, രാധികാമ്മനെ വെല്ലുവിളിച്ച 2 ദിവസത്തിനുള്ളില് കണ്ടേണ്ടത്ത സ്വന്തമാക്കുന്നുള്ള. അപ്പൊ അതുകൊണ്ട് തന്റെ വാശി നടപ്പാക്കിയേ പറ്റുള്ളൂ, തന്റെ ലക്ഷ്യം എങ്ങനെയാലും നിറവേറ്റിയേ പറ്റുള്ളൂ. ഒരു കാരണവശാലും ഗോവിന്ദൻ ഇത് അറിയാനും പാടില്ല. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, ഇവിടെ കിടന്ന് വാതിലൊന്നും തല്ലിപ്പൊളിക്കണ്ട, അല്ലാതെ തന്നെ നമ്മുടെ ഹണിമൂണിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാ. എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ്? ഹണിമൂണിനുള്ള പിന്നെ ഫസ്റ്റ് അതെ അതിനുള്ള റിസോർട്ടൊക്കെ ഞാൻ ഇപ്പോഴും ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാ. റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം അജാസ് വന്നില്ലേ വീട്ടില്, അജാസ് വന്ന് ഒരു റിസോർട്ട് വാങ്ങുന്ന കാര്യം പറഞ്ഞില്ലേ. അപ്പൊ അജാസിനോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് റിസോർട്ടിലേക്ക് പോന്നു. അതിന് രാധികാമ്മ ആയാലും സമ്മതിക്കോ? വീട്ടിലറിഞ്ഞ അവരാരെങ്കിലും സമ്മതിക്കോ? അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. നമ്മൾ ഇവിടുന്ന് 2ആയിട്ട് ഇറങ്ങണു, നേരെ റിസോർട്ടിലേക്ക് പോന്നു, ആരും അറിയാനും പോകുന്നില്ല. അപ്പൊ ആ റിസോർട്ട് വാങ്ങണ്ടെന്നല്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞേ. പക്ഷേങ്കില് ഇനിയിപ്പം ആ റിസോർട്ടിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പോകുകയെന്നും കൂടി പറയും. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ആർക്കും ഒരു പ്രശ്നവും വരത്തില്ലെന്ന് പറയാം. അത് ശരിയാ, എന്നാലും ആർക്കെങ്കിലും ഒരു സംശയം തോന്നിയാലോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ നന്നായിട്ടൊന്ന് അഭിനയിക്കാന്ന് പറയാ. എങ്ങനെ? നമുക്കൊക്കെ നല്ലൊരു വഴക്കുണ്ടാക്കുന്ന പോലെ അങ്ങോട്ട് അഭിനയിക്കാം. അങ്ങനെ രണ്ടുപേരും 2ആയിട്ട് അങ്ങോട്ട് പോവാം. ഇനിയിപ്പം നാളെ അമ്മേനെ ഡിസ്ചാർജ് ചെയ്യുമല്ലേ. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അമ്മേനെ നോക്കാനെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഗോവിന്ദേണ്ണും ഇറങ്ങണം. അങ്ങനെ രണ്ടുപേരും കൂടെ പോയാൽ മതി എന്ന് പറയാം. പക്ഷെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയാം. എന്ത് പ്രശ്നം? അല്ല, പോയി കഴിയുമ്പോഴേ വിനോദ് എന്ത് ചെയ്യും? വിനോദ് അവിടെ കാണത്തില്ലേ വീട്ടില്. വിനോദിനെയൊക്കെ മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് ഗോവിന്ദ് പറയാ. പിന്നെ അത് മാത്രമല്ല, അമ്മേനെ നോക്കാനായിട്ടൊരു ഹോം നേഴ്സിനെയും കൂടെ ഏർപ്പാടാക്കാം. പിന്നെ കുഴപ്പം വരത്തില്ലല്ലോ, നിനക്ക് എന്റെ കൂടെ വരാലോ എന്ന് പറയാ. അങ്ങനെ ഈ ഓണക്കാലം നമ്മളൊരു പ്രണയകാലമാക്കി മാറ്റുമെന്ന് പറയാം. ഗീതനും ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഗീത പറഞ്ഞു, ഗോവിന്ദാണ് അഭിനയത്തിൽ അത്ര പോരാ, അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഗോവിന്ദനൊന്ന് അഭിനയിച്ച് കാണിച്ച് നാളെ രാധികാമ്മയുടെ മുന്നില് എങ്ങനെയായി കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതെന്ന് അഭിനയിച്ച് കാണിക്കണം. പിന്നല്ലാതെ രാധികാമ്മയുടെ മുന്നിൽ ചെന്ന് കഴിയുമ്പോൾ ഗോവിന്ദണ്ണ മുട്ട് കൂട്ടിയടിക്കും. രാധികാമ്മ പോകണ്ടെന്ന് പറഞ്ഞാൽ ഗോവിന്ദണ്ണൻ പോകത്തില്ല, എനിക്കറിയാലോ. അതെ ഞാൻ രാധികാമ്മ, ഇനി എന്നോട് ഒന്ന് പറയുന്നതായിട്ട് ഗോവിന്ദേട്ടൻ വന്ന് പറ. പിന്നീട് ഗീതുവിന്റെ അടുത്ത് എന്നിട്ട് രാധികാമ്മ എന്ന് സങ്കല്പിച്ച ഗോവിന്ദ് പറയാ, അമ്മേ എനിക്ക് നാളെ മുംബൈക്ക് ഒരു ട്രിപ്പ് ഉണ്ടെന്ന് പറയാം. മുംബൈക്കോ? എന്തിനാ ട്രിപ്പ്? അല്ല അവിടെ ആ ഹണിമൂണിന് വേണ്ടിയിട്ടോ? എന്റെ ഗോവിന്ദേട്ടാ, ഹണിമൂണിന് വേണ്ടിയിട്ട് പറയാൻ പറ്റുമോ? ഓ അത് ശരിയാണല്ലോ അല്ലെ, പെട്ടെന്ന് മറന്നുപോയി. അപ്പൊ വേറെ എന്തേലും പറയാം. ഏതെങ്കിലും കമ്പനിയായിട്ടൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോരെ? അതൊക്കെ ശരി തന്നെയാ, പക്ഷെ നാക്ക് പഴിക്കരുത്. നാക്ക് പഴിച്ചാൽ അതോടുകൂടി തീർന്നു പറയാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഗോവിന്ദൻ റുതിമാരി കൊച്ചു കുട്ടികളെ പോലെയാ. ഇങ്ങനെയൊന്നല്ല അഭിനയിക്കണേ, ശരിക്കും ജീവിച്ച് കാണിക്കണം, എന്നാലേ രാധികാമ്മ വീഴുള്ളൂ. രാധികാമ്മയുടെ സ്വഭാവം ശരിക്കും അറിയാവുന്നല്ലേ. അതൊക്കെ ശരി തന്നെയാ, പക്ഷെ എന്നാലും ഒരെന്നാലും ഇല്ല. എന്നാൽ ശരി വിട്ടേക്കാം, നല്ലൊരു അടി ഉണ്ടാക്കണം ഈ വീട്ടിൽ ചെന്നിട്ടെന്ന് പറയാം. അതൊക്കെ സംഭവിച്ചു. അങ്ങനെ ഇറങ്ങാൻ സമയത്ത് ഗോവിന്ദ് പെട്ടെന്ന് ഗീതുവിന്റെ അരിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ ചൂടായിട്ട് എന്തെങ്കിലും തരുമോന്ന് ചോദിക്കണം. ചൂടായിട്ടോ? എന്ത്? അല്ല നല്ല മധുരമായിട്ട് എന്തെങ്കിലും വേണം. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഗീതു പോയി ബായും എടുത്തോണ്ട് വരുവാണ്. വന്നിട്ടൊരു മിഠായി എടുത്തോണ്ട്, എന്നാ മധുരമായിട്ട് എന്തെങ്കിലും കഴിച്ചോളാൻ പറയാം. ഇതല്ല, പിന്നെ ഇതിനേക്കാളും അപ്പുറം ഹോട്ടായിട്ടോ? ഓ അങ്ങനെ കാര്യങ്ങൾ മനസ്സിലായി. ഇവിടെ നിൽക്കാൻ പറയണം. ഒന്ന് കണ്ണടച്ചെന്ന് പറയണം. കണ്ണടച്ചെന്നു ഗീതു പെട്ടെന്ന് തന്റെ 2 വിരലെടുത്ത് ഗോവിന്ദിന്റെ കവളിലേക്ക് വെക്കുവാണ്. ഗോവിന്ദ് ഓർത്തു അവള് തനിക്ക് ഉമ്മ വെച്ചാന്ന് ഓർത്ത് ഇങ്ങനെ ആസ്വദിച്ച് അങ്ങോട്ട് നിൽക്കുകയാണ്. ഇനി കണ്ണുറന്നാളം പറയണം. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണം. പിന്നീട് ഗോവിന്ദ് എന്ത് ചെയ്യണം,
ഗീതുവിന്റെ കയ്യെ പിടിച്ച് തന്നിലേക്ക് അടുപ്പിക്കുക. പെട്ടെന്ന് ഗീതു ഗോവിന്ദനെ അങ്ങ് തള്ളി മാറ്റിയിട്ട് കാറിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ഓടുവാണ്. കാറിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഡോറ് തുറന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേനും ഗോവിന്ദ് പുറകെ വന്നു. പുറകെ വന്നിട്ട് ഗീതുവിന്റെ കയ്യെ പിടിച്ച് വലിച്ച് തന്റെ നെഞ്ചിലേക്ക് ഇടുവാണ്. എന്നിട്ട് ആ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി. ഗീതുവിന് പെട്ടെന്ന് വല്ലാത്ത എന്തോ ഒരു ഫീലിങ്സ്, ഇതിനു മുമ്പ് അനുഭവപ്പെടാത്ത എന്തോ ഒന്ന്. എന്ത് ചെയ്യണം? ഓടാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല, ആ കണ്ണിലേക്ക് നോക്കാനും പറ്റില്ല. ഗീത ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നോക്കി ഗോവിന്ദന്റെ കണ്ണിലേക്ക്. പെട്ടെന്ന് ഗോവിന്ദ് ഗീതിന്റെ മുഖം കയ്യിലേക്ക് എടുത്തു. പിന്നെ ആ ഒരു ചുണ്ടത്തൊരു ഉമ്മ അങ്ങോട്ട് കൊടുത്തു. ആ ഒരു ഉമ്മ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗീതുവിനും ഗോവിന്ദനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പരസ്പരം മറന്ന് രണ്ടുപേരും ഒരു കുറച്ച് നിമിഷം അവിടെ നിൽക്കുകയാണ്. പിന്നീട് സ്വയം മറന്നെന്ന് പോലെ ഗീതു കാറൊക്കെ തുറന്ന് കാറിനകത്തേക്ക് കയറി ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന അറക്കൽ വീടാണ്. അറക്കൽ വീട്ടിൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. രാധികാമ്മ വരണം, പ്രിയൊക്കെ ഉണ്ട്. ആ സമയത്താണ് ഗോവിന്ദ് അങ്ങോട്ട് വരുന്നത്. ഗോവിന്ദ് വന്നിട്ട് എല്ലാവരും ഒന്ന് നോക്കി. എല്ലാവരും ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു, വരൻ ഫോണിനകത്ത് നോക്കുന്നു, രാധികാമ്മ ലാപ്ടോപ്പിനകത്ത് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് തന്നെ പറ്റിയ സമയം. ആ സമയത്ത് ഗീതവും കൂടെ അങ്ങോട്ട് വന്നു. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, അതെ എനിക്ക് നാളെ മുംബൈക്ക് പോണമെന്ന് പറയാം. ഇത് കേട്ടൻ രാധികാമ്മ പറഞ്ഞു, അതെന്താ നീ പോയിക്കോളാൻ പറയാ. ദൈവമേ, പെട്ടല്ലോ. ഇങ്ങനെയൊന്നും അല്ലല്ലോ ഗീത പറഞ്ഞേ. താൻ മുംബൈക്ക് പോകുന്ന കാര്യം പറയുമ്പോൾ രാധികാമ്മ എതിർക്കും. അങ്ങനെയൊക്കെയാണല്ലോ ഗീത പറഞ്ഞേ. ഇതിപ്പോ രാധികാമ്മ പൊയ്ക്കോളാനാ പറയുന്നത്. അതെങ്ങനെ ശരിയാവും? പിന്നെ എങ്ങനെ താൻ തന്റെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും? ഗീതുവിനെ ഒന്ന് നോക്കുവാണ്. ഗീതു പറഞ്ഞോളാൻ പറയാണ്, ഞാൻ നാളെ മുംബൈക്ക് പോവാ. അതിനെന്താടാ നീ പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ? പ്രിയ പറഞ്ഞു, അതിനെന്താ ഗോവിന്ദ മുംബൈക്ക് പോയിക്കോ, അതിനിവിടെ ആരോട് തടസ്സവും പറഞ്ഞില്ലെന്ന് പറയണം. പെട്ടെന്ന് ഗീതു പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞാൽ വരുവുള്ളെന്ന് പറ, കൈ കൊണ്ട് കാണിക്കുകയാണ്. പെട്ടെന്ന് ഗോവിന്ദന് മനസ്സിലായത് എന്താ, ഒറ്റയ്ക്കാ പോണേന്ന്. അതെ ഞാൻ ഒറ്റയ്ക്കാ പോണേന്ന് പറയണം. ഓഹ് നശിപ്പിച്ചു ഈ ഗോവിന്ദേട്ടൻ. ഒരാഴ്ച കഴിഞ്ഞെന്നുള്ള പറയാനുള്ളതിന് ഒരു ദിവസം അല്ല, ഒറ്റയ്ക്കാ പോകുന്നതെന്നാ മനസ്സിലായിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും? അഭിനയത്തിലാണ് ഒട്ടും ഒരു കഴിവില്ല, മൊത്തം കൊളാക്കുന്ന ലക്ഷണമുണ്ട്. പെട്ടെന്ന് പ്രിയ പറഞ്ഞു, അതിന് ഒറ്റയ്ക്ക് പോകുന്നതിന് എന്താ കുഴപ്പം? ഗോവിന്ദേട്ടൻ എന്താ ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ടൻ രാധികാമ്മ പറഞ്ഞു, നീ ഒറ്റയ്ക്ക് പോയിട്ട് പോരെ? അല്ലമ്മേ, എനിക്ക് വലിയൊരു കമ്പനിയായിട്ടൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്, അതിനു വേണ്ടി പോകുന്നാന്ന് പറയാം. ഓ അങ്ങനെയാണോ? ഈ സമയത്ത് വരും പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനും ഏട്ടനോടൊപ്പം വരാമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ രാധിക പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ തന്നെ പോണ്ട, വരുണ്ണേം രേഖനയും കൂടെ കൊണ്ടുപോക്കോളം പറയാണ്. ഗോവിന്ദാകപ്പാടെ പെട്ടുപോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് പ്രിയം പറഞ്ഞു, അതെന്നെ നല്ല കാര്യമാണ്, അവർ രണ്ടുപേരും കൂടെ കൂടെ പോട്ടെ എന്ന് പറയണം. ഗീതുവിന് നല്ല ദേഷ്യം വന്നു. ഇത് മൊത്തം കുളമാവുന്ന ലക്ഷണമുണ്ട്. പെട്ടെന്ന് ഗീതു പറഞ്ഞു, വേണ്ട വേണ്ടെന്ന് പറയണം. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, വേണ്ട വേണ്ട, അതൊന്നും വേണ്ട, ഞാൻ തന്നെ പൊയ്ക്കോളാന്ന് പറയാം. പെട്ടെന്ന് രാധികാൻ പറഞ്ഞു, അതെന്താടാ, വരുണിന് രേഖയുണ്ടെങ്കിൽ എന്താ കുഴപ്പം എന്താന്ന് ചോദിക്കുക. അതെ അവരെയും കൊണ്ട് അങ്ങോട്ട് പോയാൽ മതി, അവരും കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയാം. പെട്ടെന്ന് രേഖ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, വരുണേട്ടൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊണ്ട് പായ്ക്ക് ചെയ്ത് വെക്കാന്ന് പറയണം. ഈ സമയത്ത് ഗോവിന്ദ് പറഞ്ഞു, ശരി എന്നാ വരുണും എൻ്റെ കൂടെ വരട്ടെ എന്ന് പറയണം. പെട്ടെന്ന് ഗീതുവിന് മനസ്സിലായി കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയിരിക്കുന്നു. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് മുടങ്ങിയേ തന്നെ. എന്തെങ്കിലും താനിവിടെ ചെയ്തേ മതിയാകുള്ളൂ, ഇല്ലെങ്കിൽ ഒന്നും കാര്യങ്ങളൊന്നും ശരിയാകത്തില്ല. പെട്ടെന്ന് തന്നെ ഗീത പറഞ്ഞു, അല്ല എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് പറയാം. എന്ത്? രാധികാമ്മയ്ക്കേ മോനെ തന്നെ വിടാൻ ഭയങ്കര പേടിയല്ലേന്ന് ചോദിക്കും. പേടി എന്തിനാ? പേടി ഉണ്ടായതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ വരണേട്ടനെയും കൂടെ കൂടത്ത് വിടുന്നേ. നല്ല കള്ളുകൂടിയാണെന്ന് മനസ്സിലായി. കള്ളു കുടിച്ച് എവിടെയെങ്കിലും ബോധമില്ലാതെ കിടക്കും, അതുകൊണ്ടല്ലേ വരണേട്ടനെ കൂടെ കൂടെ വിടുന്നതെന്ന് ചോദിക്കാം. ഇത് കേട്ടൻ രാധികാമ്മയിലൊരു ഞെട്ടലുണ്ടായി. അത് വെറുതെ കള്ളത്തരം പറയരുത്, എന്റെ മോനെ ഞാൻ അങ്ങനെയല്ല വളർത്തിയെന്ന് പറയാ. പിന്നെ വളർത്തിയത് അങ്ങനെയല്ല പോലും, എന്നിട്ടാണോ നാളെ കൂട്ടുവിടുന്നതെന്ന് ചോദിക്കുകയാണ്. തന്നെ വിടാനുള്ള ധൈര്യമില്ലല്ലേ? തന്നെ വിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും കുടിച്ചു മറിഞ്ഞ് ലെക്കില്ലാതെ കിടക്കുമെന്നറിയാം, അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടൻ രാധിക പറഞ്ഞു, അതെ എന്റെ കണ്ണൻ അത്രക്കാരനൊന്നും അല്ലെന്ന് പറയണം. വരും പറഞ്ഞു, അതിന് ഗോവിന്ദൻ ഇങ്ങനെ അമ്മാതിരി കുടിക്കത്തൊന്നും ഇല്ലെന്ന് പറയാം. വെറുതെ കള്ളത്തരം പറയണ്ട, എനിക്കറിയാന്ന് പറയാം. അല്ല ഞാൻ വെല്ലുവിളിക്കാൻ ധൈര്യമുണ്ടോ ഗോവിന്ദനെ തന്നെ വിടാനായിട്ട്? ധൈര്യം ഉണ്ടെങ്കിൽ വിട്. ഇത് കേട്ടത് വരും പറഞ്ഞു, അതിനിപ്പോ എന്താ, ഗോവിന്ദന്റെ കൂടെ ഞാനും കൂടെ ഉണ്ടെന്ന് ഓർത്ത് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഈ സമയം വരുണോട് രാധിക പറഞ്ഞു, നീ അവിടെ നിൽക്ക്, ഞാൻ പറയാന്ന് പറയണം. അതെ ഞാൻ വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു, നാളെ തന്നെ ആയിരിക്കും ഗോവിന്ദ് പോണേന്ന് പറയണം. പെട്ടെന്ന് ഗീത പറഞ്ഞു, അത് ശരി, തന്നെ പോകുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, നാളെ എൻ്റെ കൂടെ ഗോവിന്ദൻ വന്നിട്ട് പോയാൽ മതി എന്ന് പറയാം. എങ്ങോട്ട്? അതെ നാളെ അമ്മേനെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമാണ്, എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരണം. ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം എങ്ങോട്ട് വേണം പൊക്കോളാൻ പറയാം. ഇത് കേട്ടൻ ഗോവിന്ദ് പറഞ്ഞു, അത് പറ്റില്ല എന്ന് പറയാം. ഗോവിന്ദനിപ്പം സംശയം, ഇവളിനിയിപ്പം ശരിക്കും പറയുന്നതാണോ അഭിനയിക്കുന്നതാണോ ജീവിക്കുന്നതാണോ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതേപോലെയാണ് ഗീതുവിന്റെ അഭിനയം. പെട്ടെന്ന് ഗീതു പറഞ്ഞു, അതെന്താ ഗോവിന്ദൻ എൻ്റെ കൂടെ വന്നാൽ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പെട്ടെന്ന് ഗീതു കണ്ണടച്ച് കാണിക്കുകയാണ് അഭിനയം വന്നുള്ള രീതിയിൽ. ഗോവിന്ദനെ മനസ്സിലായി. ഗോവിന്ദൻ ഗംഭീര പെർഫോമൻസ് അങ്ങ് കാഴ്ചവെക്കുകയാണ്.
അതെ, നാളെ വന്നിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയാ. ഈ സമയം പ്രിയ ചോദിച്ചു, ചേച്ചി എന്താ മനഃപൂർവ്വം വഴക്കുണ്ടാകട്ടെ ഇറങ്ങിയേക്കുവാണെന്ന് ചോദിക്കാം. അതെ, ഗോവിന്ദേട്ടൻ ഇഷ്ടമില്ല, ഗോവിന്ദേട്ടൻ വരണ്ട, പ്രശ്നമില്ല. നാളെ ഇപ്പം ഞങ്ങൾ ആരെങ്കിലും വന്നാൽ പോരെ. പെട്ടെന്ന് രേഖ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ കൂടെ വരാന്ന് പറയാ. രഞ്ജു പറഞ്ഞു, അല്ല വേണ്ട, ഞാൻ ആളിലും കൂടെ വരാന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗീത പറഞ്ഞു, അതൊന്നും വേണ്ട, ആരും എൻ്റെ കൂടെ വരണ്ട, എൻ്റെ കൂടെ ഗോവിന്ദേട്ടൻ വന്നാൽ മതി, വന്നിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയാ. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, പറ്റില്ല, നിന്റെ അമ്മേനെ ഡിസ്ചാർജ് ചെയ്യണം, നീ പോണെന്ന് പറയാ. പെട്ടെന്ന് രാധിക പറഞ്ഞു, നിനക്കെന്താ ഗീതു പറഞ്ഞ എന്നെ മനസ്സിലാകത്തില്ലേ? അതെ, നിന്റെ അമ്മേനെ ഇത്ര ഞാൻ ഗോവിന്ദ് നോക്കില്ലേ, ഹോസ്പിറ്റൽ ബില്ലെല്ലാം നോക്കില്ലേ, പിന്നെ ഇപ്പം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലും കൂടെ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല, വേണം നീ പോയി അങ്ങ് ഡിസ്ചാർജ് ചെയ്താൽ മതി എന്ന് പറയാ. ഇത് കേട്ടൻ ഗീത പറഞ്ഞു, ഓഹോ, അപ്പൊ എന്റെ വാക്കിന് ഒരു വിലയില്ലല്ലേ, ഞാൻ കാണിച്ചുതരാം, ഞാൻ തന്നെ പൊക്കോളാം, ഇനി എന്നെ ആരും അന്വേഷിച്ച് അങ്ങോട്ട് വരണ്ടാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, നീ എങ്ങോട്ട് വേണം പൊക്കോളാൻ പറയാം. ഓ അങ്ങനെയാണോ, എന്നാ ശരി, ഞാൻ ഇന്ന് തന്നെ പോയേക്കാന്ന് പറയണം. പൊക്കോ, ഇന്ന് തന്നെ പൊയ്ക്കോ, ഇന്നോ നാളെയോ എപ്പോൾ വേണം പൊക്കോളാൻ പറയണം. ഗീത പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഗോവിന്ദേട്ടനുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ലെന്ന് പറയാം. വേണ്ട, ഒരു ബന്ധം വേണ്ട, നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്റെ ബിസിനസ് ഒക്കെ മാറ്റി വെക്കട്ടെ, എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് അങ്ങോട്ട് കയറി പോവാണ്. ഗീത ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി. രാധികാമയ്ക്കും വരുന്നത് സന്തോഷമായി, ഉദ്ദേശിച്ച പോലെ തന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ അടിച്ചു പിരിയട്ടെ. പിന്നീട് മുറിയിലെ ഗീത തന്റെ ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രേഖയും രഞ്ജും കൂടെ വന്നിട്ട് പറഞ്ഞു, എന്താ ഗീതു, നിങ്ങൾ പ്രണയമൊക്കെ പറഞ്ഞ് ഒന്നായി തീർന്നല്ലേ, പിന്നെ എന്താ ഇങ്ങനെയൊക്കെ, ഇതിന്റെ കാര്യം ഉണ്ടായിരുന്നോ, വെറുതെ ഒരു വഴക്ക് വേണമായിരുന്നോ, ഞങ്ങൾ ആരെങ്കിലും വന്നാൽ പോരായിരുന്നോ ഹോസ്പിറ്റലിൽ നിന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗീതു പെട്ടെന്ന് പറഞ്ഞു, ഇതൊക്കെ വെറുതെ, അതെ, ഞങ്ങൾ രണ്ടുപേരുടെ ഒരു നമ്പരാന്ന് പറയാൻ വന്നപ്പോഴാണ് കാഞ്ചനയും പ്രിയ അങ്ങോട്ട് വരുന്നതുകൊണ്ട്. പെട്ടെന്ന് തന്നെ ഗീതു പറഞ്ഞു, അതെ, എൻ്റെ കൂടെ ഗോവിന്ദേട്ടൻ വന്നാൽ മതി, ഗോവിന്ദേട്ടൻ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പായിട്ടും ഞാൻ അങ്ങോട്ട് പോവുക, ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയാം. ജയക്കും രഞ്ജുവിനും കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. ഈ സമയത്ത് പ്രിയ വന്നിട്ട് പറഞ്ഞു, അതെ, ഗീത ചേച്ചി പോവരുത്, ഗീത ചേച്ചി ഗോവിന്ദേട്ടൻ നല്ലൊരു ജീവൻ നയിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ ഇനിയിപ്പോൾ ഗീത ചേച്ചിയുടെ ആഗ്രഹം അതാണെങ്കിൽ ഒരു മ്യൂച്വൽ ഡിവോഴ്സ് നടത്തിയിട്ട് അതിനുശേഷം പോയാൽ മതി, അല്ലാതെ അതിനു മുമ്പ് ഈ വീട് വിട്ട് ഇറങ്ങല്ലെന്ന് പറയാണ്. ഇത് കേട്ടാൽ ഗീത പറഞ്ഞു, മ്യൂച്വൽ ഡിവോഴ്സോ? അതെ, രണ്ടുപേരും കൂടെ പരസ്പരം തീരുമാനിച്ചെടുക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടുമല്ലോ, അതിനുശേഷം പോയാൽ മതി എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഗീത നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരം വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.